ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ എളുപ്പത്തിൽ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. ഇത് പൊറോട്ട, അപ്പം, ചപ്പാത്തി, റൊട്ടി എന്നിവയുടെ കൂടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതിനായി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചെറുതായി നുറുക്കിയതിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർന്നു പോകാനായി വെക്കണം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ: 2 ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത്, 3 സബോള ചെറുതായി നുറുക്കിയത്, വെളുത്തുള്ളി 20 അല്ലി, ഇഞ്ചി വലിയൊരു കഷ്ണം, പച്ചമുളക് 2 എണ്ണം, സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞത്. സ്പ്രിംഗ് ഒനിയൻ്റെ ഇലഭാഗവും കടഭാഗവും വേർതിരിച്ച് അരിഞ്ഞു വെക്കണം. ഇല ഗാർണിഷ് ചെയ്യാനും കടഭാഗം വഴറ്റാനുമാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത്, മുട്ട 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കോൺഫ്ലോർ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, മൈദ 2 ടീസ്പൂൺ, സോയാ സോസ് 2 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 5 ടേബിൾ സ്പൂൺ. ചിക്കൻ വറുക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ 1 കപ്പ്. പാത്രത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കോൺഫ്ലോർ, മൈദ, മുട്ട എന്നിവ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി യോജിപ്പിക്കണം. അതിലേക്ക് ചിക്കൻ ഇട്ട് കൈകൊണ്ട് നന്നായി കുഴയ്ക്കണം. മൂടി വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചിക്കൻ വറുക്കുവാനായി ഇടണം. ഒരു സൈഡ് ഫ്രൈ ആയാൽ മറിച്ചിടണം. ചിക്കൻ നന്നായി വറുത്തു കോരിയെടുക്കണം. ചിക്കൻ വറുക്കുന്നതിനിടയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വെക്കണം. ചീനച്ചട്ടിയിൽ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി വഴറ്റണം. 2 മിനിറ്റ് ഇഞ്ചി വഴറ്റിയ ശേഷം വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് 2 മിനിറ്റ് കൂടി വഴറ്റണം. അതിനുശേഷം സബോള, സ്പ്രിംഗ് ഒനിയൻ്റെ കടഭാഗം അരിഞ്ഞു വെച്ചത് എന്നിവ ഇട്ട് 2 മിനിറ്റ് കൂടി വഴറ്റണം. സബോള നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ് എന്നിവ ഇട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം.
നന്നായി തിളച്ചു തുടങ്ങിയാൽ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നുറുക്കി വെച്ച ക്യാപ്സിക്കം അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറുതായി തിള വരുമ്പോൾ വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ച കോൺഫ്ലോർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ചു തുടങ്ങിയാൽ സ്പ്രിംഗ് ഒനിയൻ്റെ ഇലഭാഗം അരിഞ്ഞു വെച്ചത് ഇട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. നല്ല സ്വാദുള്ള ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.